ഹലോ ഗായ്സ്, നമസ്കാരം. ഞങ്ങൾ ഈ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞു തരാം. ഞങ്ങൾ ഈ പോകുന്നത് കമ്പം എന്ന സ്ഥലത്തിലേക്കാണ്. തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന കമ്പം തീരി. അവിടെ മുന്തിരിത്തോട്ടമുണ്ടെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ ഞങ്ങൾ അത് കാണാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ ഒരു കാറിലാണ് പോകുന്നത്. സെയ്താണ് വണ്ടി ഓടിക്കുന്നത്. വണ്ടിയിൽ സെയ്തുണ്ട്, അഞ്ചുണ്ട്, കാവ്യയുണ്ട്, ഞാനുമുണ്ട്, പിന്നെ 3 പിള്ളേരുമുണ്ട്. ഞാനിപ്പോൾ ആദ്യത്തിന് ലൈസ് കൊടുത്ത് ചുമ്മാ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുകയാണ്. വഴിയിൽ ചായ കുടിക്കാൻ നിർത്തിയ സമയത്ത് കാവ്യ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എന്താണ് കാണിക്കുന്നതെന്ന് ഞാൻ ദൂരത്ത് നിന്ന് വീക്ഷിക്കുകയാണ്. അപ്പോഴാണ് അറിഞ്ഞത് സെയ്ദിൻ്റെ കൊച്ച് അകത്തിരുന്ന് കളിക്കുകയാണ്. കാവ്യ കൊച്ചിനെ കളിപ്പിക്കുകയായിരുന്നു. ചായയെല്ലാം കുടിച്ച് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടങ്ങി. കുറേ ദൂരം ഇനി ഒരു വാട്ടർഫോൾ കണ്ടു. വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. പിന്നെ നോക്കുമ്പോൾ ഒരു ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്കായി കിടക്കുകയാണ്. അവിടെ കുറച്ചു നേരം ഞങ്ങൾ പോസ്റ്റായി നിന്നു. അവസാനം ബസ് ഇങ്ങനെയുള്ള രക്ഷപ്പെട്ട് ഇങ്ങോട്ടും ബ്ലോക്കെല്ലാം കഴിഞ്ഞ് ഹൈവേയിലെത്തിയപ്പോൾ അതാ പോകുന്നു ഒരു 3 കാളവണ്ടികൾ. ആ കാളവണ്ടികളെയും ഞങ്ങൾ കണ്ട് വീണ്ടും മുന്നോട്ട് യാത്ര തുടർന്നു. ബൈ ബൈ കാളകളെ. ഇവിടെ അമ്മയും മോനും കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ചേച്ചിയും അനിയത്തിയും കൂടെ ലേസിന് വേണ്ടി അടിയായിരുന്നു. അവർ 2 പേരും അടികൂടുന്നു. അനിയത്തിയാണെങ്കിൽ ചേച്ചിയോട് കഴിക്കാൻ പറയുന്നു. ചേച്ചിയാണെങ്കിൽ കഴിക്കുന്നില്ല, കൊച്ചിനെ ചവിട്ടുകയായി. ആദം ഇതെല്ലാം കണ്ട് ഇനി കാഴ്ചകളും കണ്ടിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞ് ഞങ്ങൾക്ക് വിശന്നപ്പോൾ ഞങ്ങൾ ഒരു ഹോട്ടലിൽ നിർത്തി ഭക്ഷണം കഴിക്കാൻ വേണ്ടി. എല്ലാവരും വരിവരിയായി ഇറങ്ങി വരികയാണ്. സെയ്ത് പോയി ആദ്യം, പിന്നെ ബാക്കിയുള്ളവർ വന്നു. നല്ല അടിപൊളി ഭക്ഷണം കിട്ടണമെന്ന് ആഗ്രഹിച്ചാണ് കാവ്യ പോകുന്നത്. പക്ഷേ യാസി ഓടിയത് കളിക്കാനായിരുന്നു. കാവ്യ അതാ നോക്കി നിൽക്കുന്നു. അവിടതാ ചരിഞ്ഞ് താഴേക്ക് വരുന്നുണ്ട്. ഇരുത്തി താഴോട്ടിതാ വന്നു. അപ്പോഴേക്കും കറങ്ങുന്ന സാധനത്തിൽ ആവത്തെയും യാസിയെയും കയറ്റി ഇരുത്തി ആ കാവ്യ അതാ ഉന്തിക്കൊണ്ടിരിക്കുകയാണ്. കാവ്യയ്ക്കാണെങ്കിൽ വിശന്നിട്ടും തല കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഇത് കണ്ടോ ഗായ്സ്, ഞങ്ങൾക്കുള്ള ഭക്ഷണം ഞങ്ങളുടെ ടേബിളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇഡലിയും ഗീ റോസ്റ്റുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. പക്ഷേ ഇഡലി കല്ല് പോലെയും ദോശ പേപ്പർ പോലെയും, പേപ്പറല്ല എന്താ പറയുക, കൊള്ളത്തില്ലായിരുന്നു ഫുഡ്. പക്ഷെ ഞങ്ങൾ കഴിച്ചു. കാവ്യ കഴിച്ചില്ല. അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഐസ്ക്രീംകാരൻ വന്നപ്പോൾ ഐസ്ക്രീം മേടിച്ചു 4 എണ്ണം. എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുക, വൃത്തികെട്ട ഐസ്ക്രീം. പിന്നെ അതാ 2 പിള്ളേർ നടന്നു വരുന്നു ഗായ്സ്. ഹലോ ഹലോ, എൻ്റെ ചായ. താൻ ചായയും കുടിച്ച് നടക്കുകയാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ സെയ്ദിന് ഊഞ്ഞാലാടാൻ തോന്നി. പോയിരുന്ന് ഊഞ്ഞാലാടുകയാണ്. സെയ്ദും കൊച്ചും കൂടെ. കാവ്യ ബാക്കിൽ നിൽക്കുന്നു. ഐസ്ക്രീമിന്റെ റിവ്യൂ പറയും. കുഴപ്പമില്ല, ഞാൻ അതവിടെ കുട്ടികളുണ്ട്. ഫോൺ മാത്രം ഭക്ഷണമെല്ലാം കഴിച്ച് ഞങ്ങൾ വീണ്ടും കാറിലോട്ട് കയറി. ഇതാ വീണ്ടും കണ്ടു ഒരു കാളവണ്ടി. ഞങ്ങൾ എന്തിനാ നിർത്തിയതെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇവിടെ ഇതിൻ്റെ പേരെന്താണ്, ഈ സാധനം കഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നിന്നത്. ഇതിൻ്റെ പേരെന്തായിരുന്നു? അയ്യോ അയ്യോ, നൊങ്ക് കഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ നിർത്തിയത്. ഞങ്ങൾ നൊങ്കെല്ലാം മേടിച്ചു കഴിച്ചു.
കഴിച്ചില്ല, പാർസൽ മേടിച്ചു, വണ്ടിയിലിരുന്ന് ഞങ്ങൾ കഴിച്ചു. അണ്ണാ, പക്ഷേ ആ കുപ്പിയിലുള്ളൊരു സാധനം ഞങ്ങൾ മേടിച്ചു. പക്ഷേ അത് കാശിന് കൊള്ളത്തില്ല, മൂഞ്ചിയ സാധനം. എന്തൊക്കെ പറഞ്ഞാലും കമ്പം എന്ന് പറഞ്ഞ സ്ഥലം നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമായിരുന്നു. അങ്ങനെ വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ യാത്ര മുന്നോട്ട് തുടർന്നു. ഇവിടെ ഒരുത്തനാണെങ്കിലോ കളിക്കുകയാണ്. പുറകിൽ ഡിക്കിക്കകത്ത് വേറൊരാൾ ഇരിപ്പുണ്ട്. ഇവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അടി. എന്താടാ വന്നി നോക്കുന്നേ? ഒട്ടും മേക്കപ്പും ഇല്ല, ഒട്ടും സ്വർണ്ണവും ഇല്ലാത്ത അതോ അവിടെ നോക്കൂ. അങ്ങോട്ട് ഇറങ്ങി പോടാ, അങ്ങോട്ട് ഇറങ്ങാൻ ചാടിയാൽ മതി. അവിടെ ചാടി പോയിട്ട് അവിടെ നിന്ന് നോക്കിക്കോ. ചാച്ചി ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് ചാടാ, ഇവിടുന്ന് അങ്ങോട്ട്. അതെല്ലാം പറന്നു പോയി. സുരുളി അരുവി എന്തായി കാവ്യ? വെള്ളമില്ല, തിരിച്ചു പോവാണ്. ശരിക്കും ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഒരു വെള്ളച്ചാട്ടമുണ്ട്, അവിടേക്കൊന്ന് കുളിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ വന്നപ്പോൾ ഒരു വെള്ളം പോലും ഇല്ല. ഞങ്ങളപ്പോൾ ഫൈനലി ഒരു റിവറിലെത്തി ഗൈസ്. ഞങ്ങൾ മറ്റേ പ്ലാൻ ഞങ്ങൾ മുമ്പ് പോയത് കാരണം നമ്മുടെ ഫോൺ നമ്മുടെ രണ്ട് ഫോൺ പോയതുകൊണ്ട് നമ്മൾ ഈ ഫോണ് വെള്ളത്തിൽ നിൽക്കത്തില്ല. പോയി, അതുകൊണ്ട് ഞങ്ങൾ നിൽക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്തേ. അപ്പോ ചാടിക്കോ.
വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ വന്ന മോഹം മൂഞ്ചിയതുകൊണ്ട് ഞങ്ങൾ കിട്ടിയ വെള്ളത്തിൽ കുളിച്ച് തിരിച്ച് പോവുകയാണ്. ഇനി മുന്തിരിത്തോട്ടം അടുത്ത ലക്ഷ്യം. മുന്തിരിത്തോട്ടം എത്തുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ വീണ്ടും ഒരു ചായ കൂടി കുടിക്കാൻ വേണ്ടി കയറി. ചായയും പപ്സും, കല്ല് പപ്സും ചായയും കുടിച്ചു. അവസാനം ഞങ്ങളിതാ മുന്തിരിത്തോട്ടത്തിൻ്റെ കവാടത്തിലേക്ക് എത്തിയിരിക്കുന്നു ഗായ്സ്. മുന്തിരിത്തോട്ടത്തിൻ്റെ കവാടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആ ആ ആ ഇത് ചെയ്യാൻ മച്ചാൻ, ഇത് ചെയ്യാൻ മച്ചാൻ. നടക്ക് നടക്ക്, അവരെന്തേ? ഞങ്ങളിതാ മുന്തിരിത്തോട്ടത്തിലെത്തി ഗായ്സ്. മുന്തിരിത്തോട്ടത്തിലെ മുന്തിരിയെല്ലാം കണ്ട് ആസ്വദിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. ഒന്ന് പറിച്ചാൽ 500 രൂപയാണ് ഫൈൻ എന്ന് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് അടുത്ത പരിപാടി ഗായ്സ്, ഇതാ കുതിര സഫാരി. കുതിര സഫാരിക്ക് പോവുകയാണ് രണ്ടുപേരും കൂടെ. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലോട്ട് പോവുകയാണ് ഗായ്സ്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടികൾ. ഇനി ഇതുപോലെയുള്ള യാത്രകൾ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവരിടത്തും ടാറ്റ ബൈ ബൈ, സീ യു.